ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഇച്ചിരി ദോശ ഉണ്ടാക്കിയല്ലോ. വായോ. ഞാനതിന് വേണ്ടി 2 കപ്പ് പച്ചരി, പിന്നെ 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂണോളം ഉലുവ ഇത് വെള്ളത്തിൽ ഒരു 2 മണിക്കൂറോളം കുതിർത്തിട്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ച കപ്പ് ഇതാണ്. ഈ കപ്പിൻ്റെ അളവിൽ ഒരു 250 ml ആയത്. അതിനകത്ത് 1 കപ്പ് ഉഴുന്ന്, 2 കപ്പ് അരി, അങ്ങനെ. പിന്നെ ഞാൻ പച്ചക്കറി എടുത്തരിഞ്ഞ് അതൊരു 4 ക്യാരറ്റ്, ഒരുവിധം മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ്, പിന്നെ 4 ബീട്രൂട്ട്, 4 ഉരുളക്കിഴങ്ങ്, ഇതും ഞാൻ അരിഞ്ഞ് വെച്ചു. ഞങ്ങൾക്ക് കുറച്ചധികം മസാല ദോശയ്ക്കകത്ത് വേണം, അതുകൊണ്ട് അത്ര എടുത്തു കേട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും, ഈ കുറച്ച് ഒരു തുണ്ടും ഇഞ്ചിയും, പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാവ് അരച്ച് എല്ലാം കൂടെ ഒന്ന് ചരിച്ചെടുത്ത് വെച്ചേക്കുക. അതിനകത്തിനൊരു 1/4 കപ്പ് പിന്നെ അരിയും കൂടെ, നമ്മുടെ ചോറ് കൂടി ചേർത്ത്, പിന്നെ പച്ചപ്പട്ടാണി ആയതുകൊണ്ട് അതൊരു 1 കപ്പ് പച്ചപ്പട്ടാണിയും കൂടി എടുത്ത് ഞാൻ പച്ചക്കറി വേവിച്ചിട്ടൊരു ഹാഫ് വേവായപ്പോഴാണ് അത് ചേർത്തത്. എന്താണെന്ന് വെച്ചാൽ പച്ചപ്പട്ടാണി ആയതുകൊണ്ട് പെട്ടെന്ന് വേകുമല്ലോ, അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് വേകുന്നുണ്ട്. ബീട്രൂട്ട് വേകാൻ ഇച്ചിരി സമയം എടുക്കുന്നത്. എന്നിട്ട് അതങ്ങ് അടച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തു. ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ വഴറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള സവാള നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചേർത്ത്. നമ്മുടെ പച്ചക്കറി അപ്പുറത്ത് വെന്ത് വരുന്നുണ്ട്, അപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ആ സവാള, പിന്നെ ഞാൻ അതിനകത്ത് മല്ലിയില, ഒരു 2 തണ്ട് മല്ലിയില, ഒരു 2 തണ്ട് പിന്നെ കറിവേപ്പില, ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി അരിഞ്ഞത്, അതായത് സവാളയാണ് ഞാൻ എടുത്തത് കേട്ടോ. സവാള അതിനകത്ത് ഇട്ട് മൂപ്പിക്കുക. പിന്നെ ഒരു ബ്രൗൺ കളറൊക്കെ വരുന്ന വരെ ഞാനതിട്ട് അതിൻ്റെ കൂടെ മൂപ്പിക്കുക. ഇത് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ അതിനകത്തോട്ട് ഈ മസാലയെല്ലാം കൂടി ചേർത്ത് കേട്ടോ. അതായത് എല്ലാം 1 ടീസ്പൂൺ വീതം. പിന്നെ അതിനു മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പിന്നെ മറ്റേ കറിവേപ്പിലയും കൂടെ ചേർത്ത്, പിന്നെ ആ മസാല എന്ന് പറയുന്നത് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു സ്വല്പം കായം, ഇത്രയും കൂടെ ഞാൻ ചേർത്ത് നമ്മുടെ പിന്നെ ആ സവാള വഴണ്ടതിനകത്തോട്ട് ഞാൻ ചേർത്ത് നല്ലപോലെ ഇളക്കി, അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി നല്ലപോലെ ഇളക്കി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഞാൻ ഉപ്പ് ചേർത്ത്, കാരണം എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ പച്ചക്കറി വെന്തത് അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് കുഴഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശക്കല്ല് വെച്ച് നമ്മുടെ ദോശമാവ് പുളിച്ച് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ തലേദിവസമായിട്ട് അരച്ച് വെച്ചത്, അതുകൊണ്ട് നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ദോശക്കല്ലിലിട്ട് ഒരു വശം പരത്തിയെടുത്തിട്ട് ഇത് നെയ്യ് അതിൻ്റെ സൈഡും വഴിയും ഇച്ചിരി അകത്തൊക്കെ ഒന്ന് തൂവി കൊടുത്തു. കാരണം മസാല ദോശയല്ലേ, അപ്പോൾ നെയ്യുടെ ഒരു മണം ഇരിക്കട്ടെ എന്ന് വെച്ച്. ഇത് വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതല്ല, വെളിയിൽ ഒരിടത്ത് കൊടുക്കാനും വേണ്ടിയാണ്. ഞങ്ങളുടെ ചർച്ചിലെ പിക്നിക്ക്, അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് ഇച്ചിരി നെയ്യൊക്കെ കൂടി ഇട്ട് 2 വശവും തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മസാല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് എടുത്ത് നടുക്കോട്ട് വെച്ചിട്ട്, കണ്ടില്ലേ ഞാൻ നല്ലപോലെ മസാല ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അങ്ങനെ വേണേ. എന്നിട്ട് അത് പതുക്കെ 2 വശവും മടക്കി, മസാല ദോശയുടെ ഷേപ്പില്ലേ നമ്മൾ, അതുപോലെ മടക്കിയെടുത്തു. എൻ്റെ ക്യാമറയ്ക്ക് ഏതാണ്ട് പറ്റിയതാണ് ഇത്ര സ്ലോ മോഷനായി പോയത്. കാരണം കുക്കിങ്ങും വീഡിയോ ടേപ്പിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് ഭയങ്കര ഇറ്റ്സ് എ ഹെർക്യൂലിയൻ ടാസ്ക് ഫോർ മീ. അതുകൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു. അതാണിപ്പോൾ ഇത് സ്ലോ മോഷനിൽ കാണുന്നത്. എനിവേ, ഞാനത് ഒരു 2 വശം കൂടെ മടക്കിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട്, കണ്ടില്ലേ എൻ്റെ സൈഡ് നല്ല ക്രിസ്പിയാണ്. അപ്പം നല്ല മണം ഉണ്ടായിരുന്നു നമ്മൾ എടുത്തപ്പോഴത്തെ. 2 വശം മടക്കി മസാല ദോശയുടെ ഷേപ്പിൽ എടുത്ത്, എന്നിട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഞാൻ
കൊണ്ട് നമ്മൾ കൊണ്ടുപോകാനുള്ള ട്രേയിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇത് കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ് തോന്നുന്നില്ലേ? കഴിക്കുമ്പോഴും അത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ എടുത്ത് പിന്നെ എൻ്റെ ട്രേയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ സ്വല്പം ചട്നി, തക്കാളി ചട്നി ഉണ്ടാക്കി, ഇച്ചിരി തേങ്ങാ ചട്നി ഉണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ഐ ഹോപ്പ് യു എൻജോയ്. ബൈ.